ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഒരു ഗുഡ് മോർണിംഗ്. നിങ്ങൾ ചോദിക്കുന്നത് പോലെ ഗുഡ് മോർണിംഗ് പറ. എൻ്റെ പവർ ഇരിക്കുന്നത് എൻ്റെ ഗുഡ് മോർണിംഗിലാണ്. ഞാൻ മേക്കിംഗ് വീഡിയോസ് ആഫ്റ്റർ മൈ യൂഷ്വൽ വർക്ക് ആൻഡ് എക്സസൈസ്. So, I'm very happy to welcome you and say good morning. That is my power. Okay. ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇന്നലെ ഒരു ഗൃഹനാഥനും ഗൃഹനാഥ എന്നെ കാണാൻ വരികയും എന്നോട് പറയുകയും ചെയ്തൊരു കാര്യത്തെ സംബന്ധിച്ചാണ്. അതായത് ഈ ഡ്രഗ് അഡിക്റ്റായ കുട്ടിയെ സംബന്ധിച്ചാണ് അവർക്കറിയേണ്ടത്. അവരുടെ ആരുമല്ല, അവരുടെ ഒരു ബന്ധുവിൻ്റെ കുട്ടിയാണ് എങ്കിൽ അത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ വിജിലായിരിക്കണം, നമ്മുടെ കുട്ടിയുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കണം, അവനെ എപ്പോഴും പ്ലസൻ്റായിട്ട് ഫേസ് ചെയ്യണം, സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു പുഞ്ചിരിയോടെ സ്വീകരിക്കണം, അവനോട് സംസാരിക്കുമ്പം മുഖത്തൊരു പുഞ്ചിരിയും സന്തോഷവും ഉണ്ടാകണം, നമ്മുടെ ദുഃഖവും നമ്മുടെ പ്രയാസവും ഫാമിലി പ്രോബ്ലം നല്ലെടുത്ത് വാരി വിതറരുത്, അതൊക്കെ ശ്രദ്ധിക്കണം. The meantime talk a lot about his classes, friends and all. Keep friendship with our ward എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രശ്നം ഡ്രഗ് അഡിക്റ്റായി. അപ്പം ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് അവരുടെ വിഷയം. അപ്പം നമ്മളതിൽ ആരാ എന്ത് ചെയ്യും? നമ്മൾ ഓമനിച്ച് വളർന്നൊരു മോനല്ലേ മോളെ, 1-1.5 ഉള്ളൂ നമ്മുടെ വീട്ടിൽ. അത് ഇങ്ങനെ പുസ്തകത്തിലൊക്കെ നോക്കിയിരിക്കുക, കൂടുതൽ നേരം ഇരിക്കുക, ചലനങ്ങളൊന്നുമില്ല. ഒക്കെ കണ്ടു കഴിയുമ്പം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞറിയുന്നു, സ്നേഹിതർ പറഞ്ഞറിയുമ്പോൾ പാനിക്കാകും. എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും പാനിക്കാകരുത്. നിങ്ങൾ അല്പനേരം ദീർഘനിശ്വാസം വിടുക, ഇങ്ങനെ 1 2 3 4 5 ടൈംസ്. അപ്പം നിങ്ങളിൽ രക്തയോട്ടം കൂടുതൽ. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആ സ്ട്രെസ്സായിപ്പോയി. അങ്ങനെ ആകരുത്. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് ഒരു കഴിയുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കുകയില്ല. വലിയ ശക്തന്മാർ പോലും അടിപ്പെട്ടു പോകുന്ന സന്ദർഭം ഇതാണ്. അവർ പാനിക്കാവുമ്പം അവരുടെ ബുദ്ധി പ്രവർത്തിക്കത്തില്ല. അപ്പോൾ നമ്മളിത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. ഉടനെ ഓടിച്ചെന്ന് കൊച്ചിനെ പിടിച്ച് അടിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ എന്താണോ അവനോട് അതേപോലെ തന്നെ അവനെ ഫേസ് ചെയ്യുക. സ്കൂളിൽ നിന്ന് വന്നു, അവൻ ഡ്രഗ് അഡിക്റ്റാണ് നിങ്ങൾ അറിഞ്ഞു, അല്ലെ ഡ്രഗ് എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു, മുഖഭാവം ഒന്നും മാറ്റണ്ട. അതേപോലെ ചിരിച്ച് അവന് ചായ കൊടുക്കുന്നു, അല്ലെങ്കിൽ പലഹാരം ഉണ്ടെങ്കിൽ കൊടുക്കുന്നു, ഒന്നും ചെയ്യണ്ട. അതിനുശേഷം അവനോടൊപ്പം ഇരുന്ന് വർത്താനമൊക്കെ പറയുന്നു, സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുന്നു. സ്വാഭാവികമായി ഇങ്ങനെയുള്ള കുട്ടികൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു തുടങ്ങും. അവർക്കിതിനൊന്നും ആൻസർ പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അത്രയും കണ്ടീഷൻ മനസ്സിലായി. നിങ്ങൾ അത് കഴിഞ്ഞ് അവൻ്റെ ബാഗുകളൊക്കെ ഒന്ന് പരിശോധിക്കുക, ബോധ്യപ്പെടുക അവൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എവിടെയാണ്. ഇപ്പോൾ നമ്മൾ പേടിക്കേണ്ടത് പൈസ ഇല്ലെങ്കിൽ ഇത് കിട്ടും, കാരിയേഴ്സ് ആക്കും അവർ. നല്ല പെൺകുട്ടികൾ, കൊള്ളാവുന്ന വീട്ടിലെ പെൺപിള്ളേരൊക്കെ കാരിയേഴ്സ് ആവുക എന്ന് വെച്ചാൽ കാശ് മുടക്കാതെ ഇത് കിട്ടും എന്നുള്ളതുകൊണ്ട്. അപ്പം പിന്നെ അവർ വയലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും, സ്പോയിൽ ചെയ്യുകയൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. ഇതിനുവേണ്ടി അവരെന്തും ചെയ്യും, അതാ രസം. അപ്പം നമ്മൾ മനസ്സിലാക്കുക. അതിന് ശേഷം നമ്മൾ ഏറ്റവും ഉത്തമരായ ഫ്രണ്ട്സുമായിട്ട് വേറെ ആരോടും പറയണ്ട, സംസാരിക്കുക. ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ നോക്കുക. നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും, നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ കിട്ടും. അവിടെ ഈ കുട്ടിയെ കൊണ്ടുപോവുക. അല്ലാതെ അവനെ അടിച്ചിട്ടോ മാന്തിയിട്ടോ പിച്ചിട്ടോ ഒന്നൊരു കാര്യമില്ല. നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം വേണം അത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. ഇത് ഞാൻ പച്ചയായിട്ട് പറയുന്നതിൻ്റെ കാര്യം ഒരാൾ സമീപിച്ച് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് അതെന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവരുടെ ബന്ധുവാണ്. അപ്പോൾ അഭിപ്രായം ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഏത് ജില്ലയിലാണ് ആ ജില്ലയിൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുപോവുക. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഈ പ്രായത്തിലുള്ള 3-ാം ക്ലാസ്സുകാരൻ തൊട്ട് 5-ാം ക്ലാസ്സുകാരൻ 7-ാം ക്ലാസ് വരെ ഈ അഡിക്ഷൻ സെൻറ്ററിലുണ്ട്, അവിടെ തൊട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം ഇത് വിൽക്കുന്നവർക്ക് പണം മാത്രം മതി. 2 വയസ്സുള്ള കുട്ടി ഓജസ്സും തേജസ്സും ചുണയുണ്ട്, അവനെ അവർ റിക്രൂട്ട് ചെയ്യും. പെൺകുട്ടിയാണ് അവർക്ക്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു കണ്ണ്. ഇപ്പം സ്കൂളിലൊക്കെ എങ്ങനെ, ഇപ്പം ക്ലാസ് റൂമിൻ്റെ പുറത്ത് പോലും സെക്യൂരിറ്റി ആയിട്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയി. എന്തൊരു സ്കൂളാവും. അവിടെ ആ സ്കൂളിലെ ഒരു കുട്ടിയെ വിളിക്കാൻ പോയത്. അപ്പോൾ അവിടെ ഓഫീസിൽ നമ്മളൊരു പേപ്പർ പൂരിപ്പിച്ച് കൊടുക്കണം.
അവർ കോപ്പി. അതുകൊണ്ട് നമ്മൾ ആ സ്കൂളിൻ്റെ ആ ഡിവിഷന് മുമ്പിൽ ഒരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട്, അവനെ കൊണ്ട് കൊടുക്കണം. അയാൾ പോയി വിളിച്ചുകൊണ്ട് വരും, ടീച്ചറോട് ചോദിക്കും. അതായത് ആ കൂപ്പൺ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ കൊണ്ട് കൊടുത്ത് എൻട്രി ചെയ്താലേ കുട്ടിയെ പുറത്തോട്ട് വിടും. എന്നുവെച്ചാൽ അത്രമാത്രം ഇത് ഡിസിപ്ലിനായിട്ട് നോക്കും അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളോട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ സ്കൂൾ അറ്റ്മോസ്ഫിയർ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെല്ലുമ്പോൾ ഒരു 11 മണി, അപ്പം 5-8 സ്റ്റാഫ് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ഗ്രൗണ്ട്. അതുപോലെ ഇലകളാണ്. അപ്പോൾ അങ്ങനെ ഇല പറഞ്ഞാൽ എന്താ, ആ സ്കൂൾ ക്യാമ്പസ് മുഴുവൻ വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങളാണ്. വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ നല്ല വൃക്ഷങ്ങളാണ്, ഭംഗിയുള്ളതും ഫലം തരുന്നതുമായിട്ടുള്ള വൃക്ഷങ്ങളാണ്. അതൊരു 8-10 ഏക്കറാണെന്ന് ഓർത്തോണം. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി. ഓരോ ക്ലാസ്സും ഈ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ആ മുറികൾ, കെട്ടിടങ്ങൾ പണിത് 5, 6, 7 നിലകളൊക്കെ ആണെങ്കിലും അത് പുതിയ ഈ ഭിത്തി കെട്ടി അങ്ങ് നമ്മുടെ ഈ പഴയ ആ ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ പണിതിരിക്കുന്ന പോലെ. പക്ഷേ അത് നല്ല ഉഗ്രം കെട്ടിടങ്ങളാണ്, പക്ഷേ പ്രകൃതിയായിട്ട് ചേർന്ന. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് കുഞ്ഞുങ്ങളെ നിർബന്ധമായി സ്വിമ്മിങ് പഠിപ്പിക്കും. കുഞ്ഞുങ്ങളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിർബന്ധമായും ഉൾപ്പെടുത്തും. അവർക്ക് കരാട്ടയോ കുങ്ഫു ഒക്കെ പഠിപ്പിക്കും. എല്ലാം ഉണ്ട്. കാരണം ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ അവൻ സുസജ്ജനായി. +2 കഴിയുമ്പോൾ അവന് നല്ലൊരു ഡ്രൈവിംഗ് ലൈസൻസ് വേണം. എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ്, ബോത്ത് വിമൻ ഓർ മെയിൽ ഇസ് നോട്ട് ജെൻഡർ പ്രശ്നമല്ല. ഒരു കരാട്ടയോ കുങ്ഫുവോ എന്തെങ്കിലും പഠിപ്പിച്ചിരിക്കണം. പിന്നെ സ്വിമ്മിങ് അറിയണം, ഞാൻ പറഞ്ഞു. ഡ്രൈവിങ് പഠിക്കണം. ഇങ്ങനെ എന്തിനും ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അവനെ പ്രാപ്തനാക്കണം വിദ്യാഭ്യാസം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ ഡ്രഗിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാണ്. വളരെ ശ്രദ്ധിക്കണം. ഈ ഡ്രഗ് എന്നല്ല, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പാനിക്കാകാതെ, അതിന് നിങ്ങൾ ദീർഘവിശ്വാസം ഇങ്ങനെ 5, 6, 10 പ്രാവശ്യം വിട്ടേ. ഓരോ പ്രാവശ്യം നിങ്ങളിങ്ങനെ ചെയ്യുമ്പം നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാകും, നിങ്ങളുടെ സിരകൾ തുടിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പമ്പിങ് കൂടും, നിങ്ങളുടെ ചിന്തകൾ ഉണർന്നു വരും, നിങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ബുദ്ധി സാമർഥ്യം പൊങ്ങി വരും. തൻ്റെ ഇടക്കാരിയായി മാറും. എന്തിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം അറിഞ്ഞ മാതാപിതാക്കൾ പാനിക്കായിപ്പോയി. അവർ കരഞ്ഞു, തല്ലി, പിന്നെ പിച്ചിക്കീറുമൊക്കെ ചെയ്തു. ഒരു കാര്യമില്ല. അതൊക്കെ കൂടുതൽ വേസ്റ്റായിട്ട് അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിൽ അവൻ ചിലപ്പോൾ ആക്രമിക്കും തിരിച്ച്. അത് അപ്പനെ അമ്മയൊക്കെ കൊല്ലാൻ മടിയൊന്നുമില്ല പിള്ളേർക്ക്. ഇപ്പോൾ ഓരോന്നും വായിക്കുന്നില്ലേ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പിന്നെ അതിന് വിദഗ്ധ ഉപദേശം സ്വീകരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാതാവിൻ്റെ കഴുത്ത് കണ്ടിച്ചു. അവൻ അഡിക്റ്റാണ്, അവൻ്റെ കൂടെ നിൽക്കരുത്, മാറി താമസിക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് കേൾക്കാഞ്ഞതാണ്. എൻ്റെ മോൻ എന്നെ ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ മോൻ ചെയ്യും. മോനല്ല ചെയ്യുന്നത്, ആ ഡ്രഗാണ് ചെയ്യുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഓക്കെ, നമ്മൾ പാനിക്കാകാതെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, നമുക്ക് ശക്തി പകരും. പ്രാർത്ഥനയും നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഈ ഡ്രഗ് അഡിക്റ്റൊക്കെ പുറത്ത് വരും. കാരണം ഇവനതൊന്നും താല്പര്യം കാണിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവന് ഈ കൂട്ടുചേരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഏതാ, നമ്മളിപ്പം ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടുന്നു. ഈ ഡ്രഗ് അഡിക്റ്റ് എന്ന് പറയുന്ന ആൾ അവൻ ആ കൂട്ടായ്മയിലൊന്നും വലിയ താല്പര്യം. അവൻ സ്വയം അങ്ങ് സന്തോഷിക്കുക, ഇതൊക്കെ അടിച്ചിട്ട് നശിക്കുക, മരിക്കാൻ പോവുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ബുദ്ധിപൂർവ്വം പ്രാർത്ഥനയോടും അവധാനതയോടും ബുദ്ധിപൂർവ്വതയോടും കൂടി വേണം ഇത്തരം പ്രശ്നങ്ങളെ സമീപിക്കാൻ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, കുഞ്ഞ് 6 മാസമാകട്ടെ, 1 വയസ്സാകട്ടെ, 2 വയസ്സാകട്ടെ, 10 വയസ്സാകട്ടെ, അവർ നിങ്ങളുടെ ഏറ്റവും സന്തോഷമായ മുഖമേ കാണാവൂ. അപ്പോൾ വീട്ടിൽ പ്രയാസം ഉണ്ടാകും, കുഞ്ഞുങ്ങൾ കയറി വരുമ്പോൾ അതങ്ങ് എടുത്ത് മാറ്റി നല്ലൊരു പുഞ്ചിരിയോടെ അവരെ സ്വീകരിക്കണം. അവർക്ക് ഓടിയെത്താനുള്ള അവരുടെ രക്ഷാസങ്കേതം അവരുടെ ഭവനമാണ്. ഭവനത്തിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ അത് വലിയ ബംഗ്ലാവോ എന്നുള്ളതല്ല. ഞാൻ ഓർക്കുക, ഒരു പ്രാവശ്യം ഒരു സംഘം ആളുകൾ ഒരു തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളെ കൊല്ലാനിട്ട് ഓടിക്കുക. അയാളുടെ വീടൊരു കുടിലാണ്. ആ കുടിലിന് എന്ത് സംരക്ഷണം കൊടുക്കാൻ പറ്റും?
പക്ഷേ അയാൾ ആ കുടിലിൽ ഓടിക്കയറിയത്. കുറേ വന്നവർ കുടിലിന് തീയിട്ടു. അവസാനം അവൻ പുറത്ത് ചാടി അവനെ ഓടിച്ചിട്ട് അവരുടെ ആവശ്യം നിറവേറ്റി. പക്ഷെ എന്നാൽ അവൻ്റെ സുരക്ഷിതത്വം അവൻ്റെ ഭവനം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനമാണ് സുരക്ഷിതമായിട്ട് കാണേണ്ടത്. അപ്പോൾ അതിന് അവിടെ സന്തോഷം കൊടുക്കണം. നമ്മുടെ മുഖത്തെ സന്തോഷം അവനെ ഉജ്ജ്വലിപ്പിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. പ്രൈസ് അവർ ഗോഡ്.